അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 2 ലിസാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം, നക്തുബുൽ അജ്വിബത ബിൽ ലുഗത്തിൽ അറബിയത്തി. അറബി ഭാഷയിൽ ഇതിനുള്ള മറുപടി എഴുതണം. ഇവിടെ ചോദ്യം, ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിന് മുകളിൽ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മാ ഹാദ, ഇതെന്താകുന്നു. ചിത്രത്തിന് താഴെയാണ് എഴുതേണ്ടത്. ചിത്രം നോക്കിയിട്ട് ഇതെന്താ എന്ന് അറബിയിൽ എഴുതണം. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? ഹാദ. ഇവിടെ എഴുതിയിട്ടുള്ള ഈ ചോദ്യത്തിലെ ഹാദ എന്നത് ഇങ്ങോട്ടെടുത്ത് എഴുതണം. എന്നിട്ട് മാഞ്ച എന്ന് എഴുതുക കൂടെ, മാഞ്ച. ഇനി അടുത്തത്, രണ്ടാമത്തത്, ഇവിടെ കാണാൻ ഒരു പൂച്ച അല്ലേ. ഇവിടെ മാ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. മാ ഹാദിഹി, ഇതെന്താണ്? അപ്പോൾ അവിടെ നമ്മൾ അതിന് മറുപടി എഴുതണം. എഴുതുമ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഹാദിഹി ആദ്യം ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ശേഷം പൂച്ചക്ക് പറയുന്ന പേരെന്താണ് അതവിടെ എഴുതുക. അറബിയിൽ ഖിത്തുൻ എന്നാണ് പൂച്ചക്ക് പറയാം. ഹാദിഹി ഖിത്തുൻ. ഇനി അടുത്തത്, ഇവിടെ ഒരു ആൺകുട്ടിയെ കാണുന്നുണ്ടല്ലേ. ആൺകുട്ടിക്ക് എന്താ പറയുക? ഇബ്നുൻ. നമ്മളിവിടെ എന്ത് ചെയ്യണം? ഹാദ ഇബ്നുൻ എഴുതണം. കാരണം അവിടെ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താ? മൻ ഹാദ എന്നാണ്. ഇതാരാണ്? നമ്മൾ ഈ അറബി ഈ ചിത്രത്തിലെ ഈ കുട്ടിക്ക് പറയുന്ന പേര് ഇബ്നുൻ, ഹാദ ഇബ്നുൻ എന്നവിടെ എഴുതി കൊടുക്കണം താഴെ. ഇനി അവസാനത്തെ ചിത്രം ഒരു റോസാപ്പൂവാണ് അല്ലേ. മാ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. മാ ഹാദിഹി, ഇതെന്താ? അപ്പോൾ നമ്മൾ പൂവിന് എന്താ പറയുക? പൂവിന് പറയുന്നത് സഹ്റത്തുൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഹാദിഹി എന്നത് ഫസ്റ്റ് താഴത്തേക്ക് എടുത്ത് എഴുതണം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത്. ശേഷമാണ് സഹ്റത്തുൻ എന്ന് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഹാദിഹി സഹ്റത്തുൻ, ഇത് പുഷ്പമാ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം ഇതാണ്. ഇവിടെ നുകമ്മിലു മാ യുനാസിബു, യോജിച്ചത് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ഇവിടെ ഹാദ ഹാദിഹി എന്ന കോളത്തിൽ 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ യോജിച്ച ഭാഗത്തേക്ക് എടുത്തെഴുതണം. ഹാദ എന്നത് ഏത് വസ്തുവിനാണ് പറയേണ്ടത്, ഹാദിഹി എന്നത് ഏത് വസ്തുവിനാണ് പറയേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം, ഹാദ എന്നത് പുല്ലിംഗമായ വാക്കിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് താ വരാത്ത വാക്കുകൾക്ക് മാത്രമാണ് ഹാദ എന്നും, ഇനി താ വരുന്ന വാക്കുകളാണെങ്കിൽ ഹാദിഹി എന്നുമാണ് പറയാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തത് ബാബുൻ, വാതിൽ എന്നാണ്. ഇത് വാതിൽ എന്ന് പറയുന്നത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? സ്ത്രീലിംഗം കണ്ടതിൽ ഇല്ല അല്ലേ. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട്, താ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഏതാ ചേർക്കേണ്ടത്? ഹാദ എന്നതാണ്. ബാബുൻ. 2, ഡാഷ് ഷജറത്തുൻ, മരം. ഷജറത്ത് എന്ന് പറഞ്ഞാൽ മരം. അപ്പോൾ ഈ മരത്തിന് യോജിച്ചത് ഇതിൽ താ ഉണ്ടായത് കൊണ്ട് ഏതാ ചേർക്കേണ്ടത്? ഹാദിഹി എന്നാ ചേർക്കുക കേട്ടോ. ഹാദിഹി. ഇങ്ങനെ താ ഉണ്ടെങ്കിൽ അവിടെ ഹാദിഹി എന്നതാണ് ചേർക്കുക. 3, ഡാഷ് കുർസിയുൻ. ഇവിടെ ഹാദ എന്നതാണോ ഹാദിഹി എന്നതാണോ? പെട്ടെന്ന് മനസ്സിലാവും. ഹാദിഹിയാണോ? അല്ല, ഹാദ എന്നതാണ്. ഹാദ കുർസിയുൻ. ഇനി 4മത്തത്, ഡാഷ് ദജാജത്തുൻ. അവിടെ ഏതാണ് ചേർക്കേണ്ടത്? ഹാദ എന്നതാണോ ഹാദിഹി എന്നാണോ? ഹാദിഹി എന്നാണ്. കാരണം ദജാജത്തുൻ എന്നതിൽ താ ഉണ്ടായത് കൊണ്ട് ഹാദിഹി എന്നതാണ് ചേർക്കുക കേട്ടോ. ഇനി നമുക്ക് 5മത്തത് നോക്കാം. 5മത്തത് ദീക്കുൻ. ഇവിടെ ഏതാണ് ചേർക്കുക? ഹാദ എന്നോ അതോ ഹാദിഹി എന്നോ? അവിടെ ഹാദ എന്നതാണ് ചേർക്കുക. കാരണം അവസാനത്തിൽ എന്തില്ല? താ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ചേർക്കുക, ഹാദ.
6 ഡാഷ് സയ്യാറത്തുൻ. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറല്ലേ. അപ്പോൾ അവിടെ അവസാനം ത വന്നതുകൊണ്ട് നമ്മൾ ഏത് ചേർക്കും? ഹാദിഹി എന്നതാണ് ചേർക്കുക. ഹാദിഹി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? പൂർത്തിയാക്കാം. ഇവിടെ അന എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ചത് ഇവിടെ ഉസ്താദുൻ എന്ന് കാണാം. ഇനി ഇവിടെ ഡാഷ് ഇബിനുൻ, അവിടെ യോജിച്ചത് ഏതാണ്? ഇവിടെ വേണ്ടത് അൻത എന്നാണ്. അൻത ഇബിനുൻ. ഇനി അടുത്തത് ഇവിടെ കാണാം, ഒരാൺകുട്ടി പെൺകുട്ടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ബിന്തുൻ എന്ന്. അപ്പോൾ എന്തായിരിക്കും പറയുക അവിടെ? അൻതയാണോ അൻതിയാണോ? അൻതിയാ വരിക, കാരണം സ്ത്രീയല്ലേ. അൻതി ബിന്തുൻ. അൻതി ബിന്തുൻ. ഇനി അവസാനം കൊടുത്തിട്ടുണ്ട് അന, ഞാൻ ഡാഷ്. ഇവിടെ എന്താ ചേർക്കേണ്ടത്? മൗസുൻ. ഞാൻ വാഴപ്പഴമാണ്. അന മൗസുൻ. മൗസുൻ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തതാണ്, ഇവിടെ അന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ പേര് എഴുതണം. കൈതച്ചക്കക്ക് അറബിയിൽ പറയുന്നത് അനാനാസ് എന്നല്ലേ. അപ്പോൾ അന അനാനാസുൻ, ഞാൻ കൈതച്ചക്കയാകുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടിലെ അർത്ഥങ്ങളൊക്കെ അർത്ഥസഹിതം വരുന്ന PDF ലഭിക്കണമെങ്കിൽ മദ്രസ മലയാളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.